പിന്നെ ഒരു വർത്താനുണ്ട്. കുറെ വിമർശനങ്ങൾക്ക് അനീഷേട്ടൻ ഉത്തരം പറയുന്നില്ല. അനീഷേട്ടന്റെ PR ഉണ്ട്, അതാണ് ഏറ്റവും വലിയ PR അനീഷേട്ടനാണ് എന്നാണൊക്കെ പറയുന്നത്. നീ കാര്യമായിട്ട് തന്നെയാണോ ഈ പറയണേന്ന്? അതെ വല്യേട്ട. എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ബിഗ് ബോസിൽ ഏറ്റവും വലിയ PR ചെയ്യുന്നതിൽ ഒരാളാണ് അനീഷ്. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക. തൊപ്പിയെപ്പോലെ ഒരാൾ വന്ന് അനീഷിനെ വോട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പണം മേടിച്ചുണ്ടാവാം. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണെന്തിനാ? പൈസ വാങ്ങിയിട്ട് PR ചെയ്താണ്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ അയ്യോ പൊട്ടും കളിക്കരുത് കേട്ടോ. തന്തൊക്കെ വിളിക്കുന്നതാണ് നിന്റെ സ്റ്റാൻഡേർഡ്. മറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ ആളുകള് എന്തൊക്കെ കഥയല്ല അടിച്ചിറക്കുന്നത്. തെളിവ് എവിടെ? തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊണക്കും? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. എന്നാ ഞാൻ പറയുന്നു അനുമോളുടെ കൂടെയുള്ള ശുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ പറയാമോ? അയ്യോ മാമ, സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. അപ്പം തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെ? അങ്ങനെയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എനിക്ക് ഒരു തരത്തിലുള്ള PR-ഉം ഇല്ല. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പുതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. ഞാൻ പോകുമ്പോ, അതായത് ബിഗ് ബോസിലേക്ക് പോകുമ്പോ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്ക് കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എന്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ. ഒരുപാട് വിമർശനങ്ങള്, ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അപ്പൊ അനീഷിനോട് എനിക്ക് യാതൊരു വിരോധവും, അനീഷ് നല്ല മത്സരാർത്ഥിയാണ്. പക്ഷെ ഈ ആക്ഷേപം ഒരാളിലേക്ക് മാത്രം ചുരുക്കരുത്, അനുമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട്, അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ എന്തിനാ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ.